ഊർജത്തെ സമ്പാദിക്കാനും ആ ഊർജത്തെ വേണ്ട വഴിയിലൂടെ പ്രയോഗിക്കാനും വേണ്ടതായ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കണം. അതിന് നമുക്ക് തപസ് വേണം. ആ തപസ്സാണ് ഏറ്റവും വലിയ തപസ്സാണ്. സ്വാമി പറഞ്ഞ പോലെ നമ്മുടെ ചിന്തയെ നമ്മൾ കേന്ദ്രീകരിക്കുക. അനാവശ്യമായ ചിന്തയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ വലിച്ചഴക്കരുത്. അനാവശ്യമായതായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കരുത്. ഇപ്പം നമ്മളിത് അവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് വേണ്ടാത്തടത്തേക്ക് ചിന്തിക്കാം, വേണ്ടാത്തത് ചിന്തിക്കാം. ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ പോയാലും നമുക്ക് വേണ്ടാത്ത ചിന്ത വരും. ശബരിമലയിൽ പോയാലും ചിലപ്പോൾ വേണ്ടാത്ത ചിന്ത വരും. വീട്ടിൻ്റെ അടുക്കളയിൽ ഇരുന്നാലും ചിലപ്പോൾ നമുക്ക് വേണ്ടാത്ത ചിന്ത വരും. അപ്പോൾ ഈ വേണ്ടാത്ത ചിന്ത എന്താണോ അതിനെ നമ്മൾ അറുത്ത് കളയണം. മഹിഷാസുരനെയൊക്കെ മർദ്ദിച്ചില്ലേ അമ്മ? മഹിഷാസുരമർദ്ദിനി അല്ലേ? അങ്ങനെ പല മഹിഷാസുരന്മാരും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളതായ മഹിഷാസുരന്മാരൊക്കെ തൃശൂലം കൊണ്ട് സംഹരിക്കണം. അമ്മ തൃശൂലം എടുത്തിട്ട് ആ മഹിഷാസുരനെ കൊണ്ട് സംഹരിച്ചു. അതുപോലെ തൃശൂലം എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. നമ്മുടെ ചിന്തകൾ, നമ്മുടെ നാമങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇതന്നെ തൃശൂലം. ഈ മൂന്നും മതി നമുക്ക് ശരിക്കും മഹിഷാസുരനെ മർദ്ദിക്കാൻ. ആര് നമ്മളെ ആക്രമിക്കാൻ വന്നാലും അവരിൽ നിന്ന് ജയിക്കണമെങ്കിൽ ഈ തൃശൂലം പ്രവർത്തിക്കണം. നമ്മുടെ ചിന്തകളും നമ്മുടെ നാമങ്ങളും നമ്മുടെ പ്രവൃത്തികളും അനുകൂലമാണെങ്കിൽ ഒരു മഹിഷാസുരനും നമ്മുടെ അടുത്ത് വന്നാൽ വിജയം ഉണ്ടാവില്ല, നമ്മൾ ജയിക്കും. അപ്പോൾ ആ തൃശൂലത്തിൻ്റെ ഭാവത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് എങ്ങനെ നല്ല കൂർപ്പുണ്ടാവണം, മൂർച്ചയുണ്ടാവണം. ചിന്തകൾക്ക് മൂർച്ചയുണ്ടാവണം. ചിന്തകളെ നമ്മളെപ്പോഴും യഥാർത്ഥ സ്ഥാനത്തിലേക്ക് നയിക്കണം. ഇപ്പോൾ സ്വാമിയെ കാണാൻ വരികയാണോ, സ്വാമിയെ ചിന്തിച്ചു വരണം. ശബരിമലയ്ക്ക് പോവുകയാണോ, അയ്യപ്പനെ ചിന്തിച്ച് പോകണം. ഗുരുവായൂർക്ക് പോവുകയാണോ, ഗുരുവായൂരപ്പനെ ചിന്തിക്കണം. പോണ വഴിക്ക് പല സർക്കസുകളും കാണും, അവിടേക്കൊന്നും ചിന്തിക്കരുത് അല്ലേ? പലവരും ചിലപ്പോൾ പല സർക്കസുകളും കളിക്കുന്നുണ്ടാവും, അവിടേക്കൊന്നും ചിന്തിച്ചിട്ട് ഗുരുവായൂരപ്പനെ മറക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എവിടെ എത്തണം അവിടത്തേക്ക് ചിന്തിക്കുക. എന്തിനാണ് പോണത് അത് ചിന്തിക്കുക. ആ ചിന്താശക്തി നമ്മളിൽ ഉണ്ടാവണം. ചിന്തകളൊന്നും മലയാൻ പാടില്ല. അപ്പോഴാണ് നമുക്കൊക്കെ ഈ ഗതി കിട്ടാത്ത അവസ്ഥ വരുന്നത്. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് മനസ്സുറപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അത് മതി. നമ്മൾ 2 വർഷം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഫലം ആ 2 മിനിറ്റ് കൊണ്ട് കിട്ടും. നമ്മൾ 10 വർഷം ഇരുന്ന് ധ്യാനിക്കൊന്നും വേണ്ട, 10 സെക്കൻഡ് ധ്യാനിച്ചാൽ മതി. ധ്യാനിക്കേണ്ടടത്തേക്ക് ധ്യാനിക്കണം, അപ്പോഴേ അവിടെ വരും. അത് അപ്പോഴേ നമുക്കത് കിട്ടും. അല്ലാതെ നമ്മൾ മാങ്ങ കഴിക്കാൻ ആഗ്രഹം, പക്ഷേ കയറുന്നത് ലാവിൻ്റെ മുകളിലാണ്. മാങ്ങയാണ് കഴിക്കാൻ ആഗ്രഹം, പക്ഷേ കയറുന്നത് ലാവിൻ്റെ മുകളിലാണ്. ലാവിൻ്റെ മുകളിൽ കാര്യമുണ്ടോ? മാങ്ങ കിട്ടുമോ? നമ്മൾ ചിന്തിക്കുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറെ ഒന്നും ആവരുത്. എന്താണോ നമ്മുടെ സങ്കല്പം അവിടെ നമ്മളെത്തണം. അവിടെ നമ്മളെത്താൻ അതിന് നമ്മളെ സഹായിക്കുന്നതായ ആ ചൈതന്യം നമ്മളിൽ നമ്മൾ വളർത്തിയെടുക്കണം. അതാണ് പശു ഒരു കുട്ടീനെ ഗർഭത്തിൽ ചുമന്നു കഴിഞ്ഞാൽ ആ കുട്ടീനെ പ്രസവിക്കും. ആ കുട്ടീനെ വളർത്താനുള്ള പാലും ആ പശു സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ നമ്മളിൽ നിന്ന് നമ്മളൊരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നയിക്കാനുള്ളതായ ഒരു കഴിവും കൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. നമ്മളെക്കൊണ്ട് കഴിയുന്നത് പ്രകാരം നമ്മൾ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടു കൂടിയിട്ടും സൗമ്യത്തോടു കൂടിയിട്ടൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നയിക്കണം. അപ്പോഴേ 10 പേരുടെ ഇടയിൽ നമുക്ക് ജീവിതമുള്ളൂ, നമുക്ക് അഭിമാനമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അപമാനമാണ് അല്ലേ? അഭിമാനം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നല്ലോണം നോക്കണം. നോക്കണില്ലെങ്കിൽ നമുക്ക് അപമാനമായി, കാണുന്നവരൊക്കെ നമ്മൾ അപമാനിക്കും. അപ്പോൾ അപമാനം നമുക്ക് വേണ്ട, അഭിമാനം വേണം. അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും ആ ചിന്തയൊക്കെ നന്നാക്കി വയ്ക്കുക, വേണ്ടാത്തത് ചിന്തിക്കണ്ട. അതുപോലെ തന്നെ സംസാര ശക്തി വേണം നമുക്ക്, നാമശക്തി. നമുക്ക് എന്ത് പറയുന്നുണ്ടെങ്കിലും അതിലെന്തെങ്കിലും അർത്ഥം ഉണ്ടാവണം. അർത്ഥസത്തില്ലാത്തതൊന്നും നമ്മൾ പറയരുത്.